ടി വിയിൽ കാണുന്ന ഡൽഹി അല്ല അത്. അവിടെ അത്രയും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളൊക്കെയുള്ള അവിടെ ഏറ്റവും എന്നെയൊക്കെ അവിടെ ആദ്യകാലത്ത് എന്നെ ഞെട്ടിച്ച സംഭവം ഈ പശുവിൻ്റെ കഥയാണ്. ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ താമസിക്കുന്ന വീടുകളുടെയൊക്കെ ബാക്ക് ലൈൻ എന്ന് പറയുന്നുണ്ട്. വീടുകളുടെ 2 റോ അതിൻ്റെ പിന്നിൽ ചെറിയൊരു വഴി ഉണ്ടാവും. ആ വഴിയിൽ രാവിലെ ഞാൻ താമസിച്ച വീട്ടിൽ വീട്ടിൻ്റെ ഒരു ഭാഗത്ത് ഞങ്ങൾ താമസിക്കുകയും അപ്പുറത്തെ ഉടമസ്ഥൻ താമസിക്കുകയാണ്. അപ്പം അവിടെ രാവിലെ പശു വന്ന് നിൽക്കും. ഈ പിൻഭാഗം മുംബൈയിലല്ല, ബാക്ക് ലൈനിൽ. എന്നിട്ട് ആ പശുവിന് ചപ്പാത്തി, പശുവിൻ നെയ്യ് പുരട്ടിയിട്ടുള്ള ചപ്പാത്തി, പശുവിൻ നെയ്യ് പുരട്ടിയിട്ടുള്ള ചപ്പാത്തി, പഴം പിന്നെ കൊടുക്കും എല്ലാ ദിവസവും. പശു വന്നിട്ട് അവിടെ വന്ന് നിൽക്കും. ഈ വീട്ടുടമസ്ഥൻ പിന്നെ ഇങ്ങനെ ചപ്പാത്തി, പശുവിന് നെയ്യ് പുരട്ടിയിട്ടുള്ള ചപ്പാത്തി, പഴങ്ങളൊക്കെ പശുവിന് കൊടുക്കാം. പക്ഷെ മുൻവാതിലിൽ ഒരു യാചകൻ വന്ന് നിന്നാൽ ആട്ടി ഓടിക്കും. മുൻവാതിലൊന്നിൽ ഒരു മനുഷ്യൻ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടി കൊടുക്കും. പക്ഷെ പിന്നിലത്തെ വാതിൽ കഴുത്തല്ല മണികിലുക്കി. പക്ഷെ അന്ന് പശു മനുഷ്യരെ കൊന്നിരുന്നില്ല, ഇന്ന് പശു മനുഷ്യരെ കൊല്ലാൻ തുടങ്ങി. അതാണ് ആ പശുവാണ് ഇങ്ങനെ നമ്മളെ ഡൽഹിക്കാർ ലാളിച്ച് വളർത്തിയ പശു തന്നെയാണ്. ആ പശു ഒരു പ്രതീകമാണ്. ഇപ്പം ഏറ്റവും തിരക്കുള്ള റോഡിൽ കൂടെ ഒരു പശു നടന്നു പോയി കഴിഞ്ഞാൽ, ഞാനവിടെ കുറച്ചു കാലം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ നെഞ്ഞു പിടിക്കുമ്പോൾ, കാരണം റോഡിലൊരു പശു ഉണ്ടെങ്കിൽ അറിയാതെ ഞാൻ പശുവിനെ തൊട്ടുപോയിരുന്നെങ്കിൽ, എൻ്റെ കാറ് തൊട്ടുപോയിരുന്നെങ്കിൽ കലാപമായിരിക്കും. പക്ഷെ ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കലാപം ഉണ്ടാവില്ല. മരിച്ചു മരവിച്ച് കിടക്കുന്ന മനുഷ്യരെ നോക്കാതെ ആൾക്കൂട്ടം നടന്നു പോകുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെ പിന്നെ പശുവിൻ്റെ ജീവന് മനുഷ്യരുടെ ജീവനേക്കാൾ കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരു സമൂഹം. ഇതിങ്ങനെ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹിന്ദുത്വം, ഹിന്ദുരാജ്യം ഇപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഹിന്ദുമയമാണ്, രാമമയമാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാവരും ഇത് പ്രകടമായി പറയാൻ തുടങ്ങി, ഇന്ത്യ രാമമയമാക്കണം. ഡൽഹിയിലെ ബാർബർ ഷോപ്പിൽ മയ്യഴിയിലെയും ഡൽഹിയിലെയും ബാർബർ ഷോപ്പ് തമ്മിലൊരു വ്യത്യാസം പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. മയ്യഴിയിലെ ബാർബർ ഷോപ്പിൽ ലെനിൻ്റെയും മാർക്സിൻ്റെയും ചിത്രങ്ങളുണ്ട്. ഡൽഹിയിൽ ചെന്നപ്പോൾ ഈ നെഞ്ച് പിളർന്ന് ഉള്ളിലെ ശ്രീരാമൻ്റെ ചിത്രം കാണിക്കുന്ന ഹനുമാന്റെ ചിത്രമാണ് തൂക്കിയിട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. ഞാനതാണ്, എന്നെ ഞെട്ടിച്ചതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ആ ശ്രീരാമന്റെ ചിത്രം കാണിച്ച് മതേതര ഇന്ത്യയുടെ നെഞ്ച് പിളർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ ഒരു ചിത്രം എന്നെ അല്ലാതെ അലട്ടിയിരുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ എല്ലാവരുടെ വീട്ടിൽ ചുമരുകളിൽ ഒന്നുകിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ, അല്ലെങ്കിൽ AKGയുടെ, അങ്ങനെ കൃഷ്ണപ്പിള്ളയുടെ, ഇവരൊക്കെ മഹാത്മാഗാന്ധിയുടെ അങ്ങനെയുള്ള സ്ഥലത്താണെന്ന് ഞാൻ പോയി ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഞാനൊരു വീട്ടിൽ, ഈ പറഞ്ഞ വീട്ടിൽ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പശുവിനെ തീറ്റിക്കുന്ന ആദ്യം ഞാൻ താമസിച്ചത്, അതിൻ്റെ നമ്പർ പോലെ എനിക്ക് ഓർമ്മ, A101 അമർ കോളനി. ആ വീട്ടിൽ കണ്ടതാണ്, അവരുടെ ചുമരിൽ ഞാൻ കണ്ടതാണ് നെഞ്ച് പിളർത്തി, ഹനുമാൻ നെഞ്ച് പിളർത്തി കാണിക്കുമ്പോൾ അതിൽ ശ്രീരാമനുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒരു വിശക്കുന്ന മനുഷ്യനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ.